അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ 43ാമത്തെ ക്ലാസ്സാണ്. നമുക്ക് സിലബസിൽ നോക്കുമ്പോൾ അറിയാം പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ഓക്കെ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ്കോ LTCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. PDF നോട്ടും അതിൽ CA നോട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എക്സാംസ് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷം 1785 മെയ് 24. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ചേരാനല്ലൂർ, എറണാകുളം ജില്ല. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ അതായത് KP കറുപ്പൻ്റെ പൂർണ്ണ നാമം കണ്ടത്ത് പറമ്പിൽ പപ്പു കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു അഴീക്കൽ വേലുവൈദ്യൻ. ഇദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് അഴീക്കൽ വേലുവൈദ്യൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയതാണ് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ. പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ്. അപ്പോൾ ജനിച്ച വർഷം 1885 മെയ് 24. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ. 1885 INC രൂപീകരിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. 1885 ഡിസംബർ 24 INC രൂപീകരിക്കുന്നത്. എന്നാൽ മെയ് 24 പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചു എന്ന് ഓർത്ത് വയ്ക്കുക. ജനിച്ച സ്ഥലം ചേരാനല്ലൂരാണ്, അത് എറണാകുളം ജില്ലയാണെന്ന് ഓർത്ത് വയ്ക്കുക. ബാല്യകാല നാമം ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് കണ്ടത്ത് പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ്. അദ്ദേഹത്തിന് ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ. പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ. അദ്ദേഹത്തിന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശനാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പന് കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായ ഒരു തമിഴ് ഗോസായി ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് കൊച്ചി നാട്ടുരാജ്യത്തെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമുദായത്തിന് നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണെന്ന് ഓർത്ത് വയ്ക്കുക. അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ ആയി അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. പലതവണ PSC ചോദിച്ച ചോദ്യമാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. അപ്പോൾ കൊച്ചി രാജ്യത്തിന് വേണ്ടി ആദ്യത്തെ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ 1907. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ച പണ്ഡിറ്റ് കറുപ്പനാണ്. അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ ആദ്യ രചനയാണ് ആചാരഭൂഷണം. അടുത്ത് ജാതീയമായ നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്നും ബാലകലേശും. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേരാണ് സാഹിത്യ കുടീരം. സാഹിത്യ കുടീരത്തിൽ നിന്നുള്ള നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും പണ്ഡിറ്റ് കറുപ്പൻ എന്ന് എഴുതി വയ്ക്കാം. അടുത്ത കവിതിലകൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകം പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണെന്ന് ഓർത്ത് വയ്ക്കുക. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പൻ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ 1913. എന്നോട് ശ്രദ്ധിക്കുക, ജാതീയമായ നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്നും ബാലകലേശും. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേര് സാഹിത്യ കുടീരം എന്ന് ഓർത്ത് വയ്ക്കുക. കവിതിലകൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകം പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി രാജാവാണ്. പണ്ഡിറ്റ് കറുപ്പൻ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. വർഷം 1913 ഫെബ്രുവരി 14. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, പുലയർ ഉൾപ്പെട്ട താഴ്ന്ന ജാതിയിലെ പൊതുവഴിയിൽ കൂടി നടക്കാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങുവാനോ അവകാശമുണ്ടായിരുന്നില്ല പുലയർ ഉൾപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർക്ക്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം നേടുകയെടുക്കുന്നതിന് വേണ്ടി പുലയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ എന്ത് ചെയ്തു? ഭരണാധികാരികൾ അതിനുള്ള അനുമതി നിഷേധിച്ചു.
അപ്പോൾ കരയിൽ സമ്മേളനം നടത്താൻ പാടില്ല, കായലിൽ വെച്ചാകാമെന്ന് തീരുമാനിക്കുകയും പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ അവിടെ ചെറിയ ചങ്ങാടങ്ങൾ കെട്ടി വലിയൊരു വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു. ഇതാണ് കൊച്ചി കായലിലായിരുന്നു ഈ സമ്മേളനം. ഓക്കെ, അധികാരികൾക്ക് സമ്മേളനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ സമ്മേളനം കായൽ സമ്മേളനം എന്ന പേരിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഈ പുലയർ ഉൾപ്പെടുന്ന താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്യാം, പൊതുവഴിയിൽ നടക്കാനോ അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുന്നതിനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങാനോ അവകാശമുണ്ട് ആ കാലത്ത്, 1913 കാലഘട്ടത്തിൽ. എന്നാൽ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ത് ചെയ്തു, പുലയ സമുദായത്തിൻ്റെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ഈ അധികാരികൾ എന്ത് ചെയ്തു, അത് നിരസിച്ചു. കാരണം എന്താ പറയുക, കരയിൽ നടത്താൻ പാടില്ല. അതിനെ തുടർന്നാണ് എന്ത് ചെയ്തു, പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായലിൽ, അതായത് കൊച്ചി കായലിൽ കുറച്ച് ചെറിയ വള്ളങ്ങളെല്ലാം കൂടിച്ചേർത്തൊരു വലിയ വള്ളം നിർമ്മിക്കുകയും ആ വള്ളത്തിൽ എന്ത് ചെയ്യും, സമ്മേളനം കൂടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, അവർക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ നടത്തിയതാണ്, വെള്ളത്തിൽ നടത്തിയ ഒരു സമ്മേളനമാണ്, കരയിലല്ലല്ലോ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി, അത് കായൽ സമ്മേളനം എന്നറിയപ്പെട്ടു. വർഷം 1913 ഫെബ്രുവരി 14 എന്ന് കൂടി പുറത്തേക്ക്. അടുത്ത പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ 12-ാം വയസ്സിൽ രചിച്ച കൃതിയാണ് ലങ്കാമർദ്ദനം. ലങ്കാമർദ്ദനം രചിച്ച വൃദ്ധം ശാർദൂല വിക്രീഡം എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയാണ് സ്വോത്രമന്ദാരം. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്മി. 1904 കറുപ്പൻ്റെ 19-ാം വയസ്സിലാണ് ജാതിക്കുമ്മി രചിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ച നാടകകൃതിയാണ് ബാലകലേശം. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1925. ആരയ സമുദായത്തെ പരിഷ്കരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാല സമുദായ പരിഷ്കരണി സഭ. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ശ്രദ്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ലങ്കാമർദ്ദനം. അദ്ദേഹത്തിന് 12-ാം വയസ്സിലാണ് ഈ ലങ്കാമർദ്ദനം എഴുതുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ലങ്കാമർദ്ദനം രചിച്ച വൃദ്ധമാണ് ശാർദൂല വിക്രീഡിതം. അടുത്ത പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയാണ് സ്വോത്രമന്ദാരം. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകമാണ് ജാതിക്കുമ്മി. 1904 പണ്ഡിറ്റ് കറുപ്പൻ്റെ 19-ാം വയസ്സിൽ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. 1919 കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് ബാലകലേശം. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം 1925. അരയ സമുദായ പരിഷ്കരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാല സമുദായ പരിഷ്കരണി സഭ എന്ന് പറയുന്നത്. ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. പണ്ഡിറ്റ് കറുപ്പൻ സാഹിത്യരചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഉദ്യാനവിരുന്ന്. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെബ്രുവരി 14. 1922 അഖില കേരള മഹാസഭ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2013. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരിക്കാണെന്ന് ഓർത്തു വയ്ക്കാം. 2017 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ അരവിന്ദനും. 2025 കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ചന്തിരൂർ ദിവാകരൻ. ഓക്കെ, 25,000 രൂപയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക. ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ് കവിതയാണ് ഉദ്യാനവിരുന്ന്. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2013. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് സുഗതകുമാരി 2013 ഓർത്തു വയ്ക്കാം. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണെന്ന് ഓർത്തു വയ്ക്കാം. 2017 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ അരവിന്ദനും. 2025 കവിതലകൻ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ചന്തിരൂർ ദിവാകരനാണെന്ന് ഓർത്തു വയ്ക്കുക. സമ്മാന തുക 25,000 ശ്രദ്ധിക്കുക. അടുത്ത് പ്യൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനല്ലൂരാണ്, എറണാകുളം ജില്ല. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാനല്ലൂർ പ്രവർത്തനം ആരംഭിച്ച വർഷം 1953. പണ്ഡിറ്റ് കറുപ്പൻ മരണമടയുന്നത് 1938 മാർച്ച് 23 പ്യൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചാണ് മരിക്കുന്നത് 1938.
കല്യാണിദായിനി സഭ ഇദ്ദേഹം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ്. ജ്ഞാനോദയ സഭ സ്ഥാപിച്ചത് ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് തേവര. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് വടക്കൻ പറവൂർ. അരയ വംശധാരണി സഭ സ്ഥാപിച്ചത് എങ്കണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് കുമ്പളം. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. പ്യൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാനെല്ലൂർ പ്രവർത്തനം ആരംഭിച്ച വർഷം 1953. ഇദ്ദേഹം അന്തരിക്കുന്നത് 1938 മാർച്ച് 23. കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരും. ജ്ഞാനോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവര. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. അരയ വംശധാരണി സഭ സ്ഥാപിച്ചത് എങ്കണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് കുമ്പളം എന്നുകൂടി ഓർത്തിരിക്കും. ഈ പണ്ഡിറ്റ് കറുപ്പന് പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. ഒത്തിരി കൃതികളാണുള്ളത്. ജാതിക്കുമ്മിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആചാരഭൂഷണം, മഹാസമാധി, ശ്രീബുദ്ധൻ, കൈരളി കൗതുകം, ധീവര തരുണി വിലാപം. ഓക്കെ. അരയ പ്രശസ്തി, ഉദ്യാനവിരുന്ന് അതൊരു കവിതയാണ്. കാവ്യപേടകം, കാളിയമർദ്ദനം, രാജാരാജപർവം, ചിത്രലേഖ, ജൂബിലി ഗാനങ്ങൾ. അടുത്ത് ഭക്തിജിത വിമാനം, സുഗത സൂക്തം, മംഗളമാല, സംഗീത നൈഷധം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, സൗദാമിനി, പാവങ്ങളുടെ പാട്ട്, ലളിതോപകാരം, കാട്ടിലെ ജ്യേഷ്ഠൻ, ദീനസ്വരം, സോത്രമന്ദാരം, ധർമ്മകാഹളം, ബാല്യോദ്യാനം, നാടകങ്ങൾ, ഈ ബാല്യോദ്യാനം നാടകങ്ങളാണ് കേട്ടോ. ലങ്കാമർദ്ദനം, ബാലകലേശം, പഞ്ചവടി, ഭാഷാഭൂമി പരിണയം, ധ്രുവചരിതം, എഡ്വേർഡ് വിജയം, ഉല്ലൂപോഖ്യാനം. ഓക്കെ, എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ, സാഹിത്യ രചനകളാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്ത് ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടം എന്ന് കരുതി എഴുതിയത് ഗോപിനാഥ പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം എഴുതിയത് വിദ്യാനന്ദൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ വിപ്ലവവും കവിതയിലൂടെ സാമൂഹിക രംഗത്തും എന്ന കൃതി എഴുതിയത് തങ്കപ്പൻ പൂയപ്പള്ളി. അടുത്ത ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ മനംനൊന്ത് കറുപ്പൻ്റെ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളെന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയത്. അടുത്ത ടോപ്പിക്കിൽ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.